തിരുവനന്തപുരം പാളയത്ത് രാത്രിയിൽ SFI KSU സംഘർഷം, പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. കോൺഗ്രസ് അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. CPIM നേതാക്കളായ MV ജയരാജനും A റഹീമും സ്ഥലത്തെത്തി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും KSU പ്രവർത്തകരുടെ അക്രമം പോലീസ് നോക്കി നിന്നെന്നും നേതാക്കൾ ആരോപിച്ചു. അഹങ്കാരത്തിലാണ് അവരിപ്പോ ഉള്ളത്. യഥാർത്ഥത്തിൽ ഒരു പ്രകോപനമില്ലല്ലോ. സെനറ്റ് ഇലക്ഷൻ SFI വിജയിച്ചു. വിജയിച്ചവരെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തുന്നതിനിടയിൽ SFI പ്രവർത്തകന്മാരെ ആക്രമിക്കേണ്ട കാര്യം എന്താ? നാമമാത്രമായ KSU പ്രവർത്തകന്മാരെ പോലീസിന് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അവര് കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? ഇത് ഒരു ന്യായവുമില്ലാത്ത ഒരു കാര്യമാണ്. SFI പ്രവർത്തകന്മാരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും ഒപ്പം പോലീസും ചേർന്ന് വേട്ടയാടുകയാണ്. പോലീസ് ക്ഷണിച്ചു വരുന്ന കാര്യമാണിത്. ഏകപക്ഷീയമായി പോലീസ് ചെയ്ത കാര്യമാണ്. KSU പോലീസിന്റെ ബലത്തിൽ SFIക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ്. പോലീസ് ആദ്യം മുതൽ അവസാനം വരെ ഇതിന്റെ ഏകപക്ഷീയമായ മുഴുവൻ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് ഞാൻ പറയും. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് പോലീസ് ക്ഷണിച്ചു വരുത്തിയ പ്രശ്നമാണിത്. KSU പോലീസിന്റെ തലത്തിലാണ് ഇത്തരമൊരു സംഘർഷം ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് തെരുവ് യുദ്ധമായിരുന്നു. ഏറെ നീണ്ട സംഘർഷം. അതിനൊടുവിൽ പോലീസുകാരനടക്കം SHOയ്ക്കടക്കം പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ് ഇരു കൂട്ടരുടെയും ആരോപണം? എവിടെയാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. വലിയ സംഘർഷങ്ങൾക്ക് പേരുകേട്ടിട്ടുള്ളതാണ് കേരള സർവകലാശാല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അത് അതിര് കടന്നു. ഒരു യുദ്ധസമാനമായിരുന്നു അന്തരീക്ഷം എന്നുള്ളതാണ്. അതിൽ ഇന്നലെയായിരുന്നു കേരള സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ്. വൈകുന്നേരം തന്നെ ഈ വോട്ടെണ്ണുന്ന സമയത്ത് തന്നെ SFI KSU പ്രവർത്തകർ തമ്പടിച്ച് സർവകലാശാലയുടെ പല ഭാഗങ്ങളിലും നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ വോട്ടെണ്ണിയതിനു ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പ്രശ്നങ്ങളുടെ തുടക്കവും. അതിൽ KSUവിന് ചുരുക്കം ചില സീറ്റുകളാണ് ലഭിച്ചത്. SFIക്കാണ് ഇത്തവണയും കേരള സർവകലാശാലയിൽ ഭൂരിപക്ഷം. അങ്ങനെ രണ്ടു കൂട്ടരും ആഹ്ലാദ പ്രകടനവുമായി എത്തുന്നു. അങ്ങനെ ഈ ആഹ്ലാദ പ്രകടനം പാളയത്തെത്തിയപ്പോഴാണ് ഈ കൂട്ടരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. അതിൽ രണ്ടുപേരുടെയും പക്ഷം എന്ന് പറയുന്നത് ആദ്യം കല്ലേറുണ്ടായി, പരസ്പരം കല്ലേറുണ്ടായി. അതുപോലെ തന്നെ ആദ്യം SFI ആക്രമിക്കാൻ എത്തിയെന്ന് KSUവും KSU ആക്രമിക്കാൻ എത്തിയെന്ന് SFIയും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ഇടപെടുന്നു. പോലീസിന്റെ കണ്ണീർ വാതക പ്രയോഗവും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഈ പാളയം ഇപ്പോൾ ഈ രാവിലെയും പാളയത്തൂടി സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു യുദ്ധസമാനം. കാരണം ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു പൂരമൊക്കെ കഴിഞ്ഞ് പോയതുപോലെയാണ് പാളയത്തെ ആ മാർക്കറ്റിന്റെ മുൻവശം എന്നുള്ളതാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് കൂടുതൽ ജനങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ SFIയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് പോലീസ് അകാരണമായി മർദ്ദിച്ചു. അതുപോലെ തന്നെ പോലീസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല. പോലീസ് വിളിച്ചു വരുത്തിയ പ്രശ്നം എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ A റഹീം MPയും അതുപോലെ തന്നെ MV ജയരാജൻ അടക്കമുള്ളവർ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഈ പ്രശ്നം കേട്ടറിഞ്ഞാണ് ഈ CPM നേതാക്കൾ തിരിച്ചെത്തുകയും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തത്. അതിൽ A റഹീം MPയും അതുപോലെ തന്നെ MV ജയരാജനും പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസ് അകാരണമായി മർദ്ദിച്ചു. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല. ചെറിയ ഒരു ഭൂരിപക്ഷം KSU പ്രവർത്തകരാണ് ഉണ്ടായത്. പക്ഷേ എന്നിട്ടും ഈ പ്രവർത്തകരെ മാറ്റാൻ വേണ്ടി പോലീസ് തുനിഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ SFI പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളും SFI പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന ഭാരവാഹികളടക്കം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും നിലവിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഈ വിദ്യാർത്ഥികളെ വന്ന് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ. എന്തായാലും അതിൽ KSUവും SFIയും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. അതിൽ SFI സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പോലീസ് അതിക്രമമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ആരോപിച്ചുകൊണ്ട്
ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ പോലീസ് കേസ് എടുക്കുമെന്ന് തന്നെയാണ്, കണ്ടാലറിയുന്നവർക്കെതിരെ പോലീസ് കേസ് എടുക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ ഒരു യുദ്ധസമാനം തന്നെയായിരുന്നു. വലിയൊരു വൻ സംഘർഷം എന്ന് പറയുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കം, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോയി എന്നുള്ളതാണ്. എന്തായാലും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ SFIക്ക് തന്നെയാണ് ഭൂരിപക്ഷം. ചുരുക്കം ചില സീറ്റുകളാണ് KSUവിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ടു കൂട്ടരും ആഹ്ലാദ പ്രകടനവുമായി എത്തുന്നു. അതിനിടെയാണ് ഈ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ശരി, എന്തായാലും കലാശാലകളും യൂണിവേഴ്സിറ്റിയും ഒക്കെ കലാപശാലകളാകാതിരിക്കട്ടെ, അവിടെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മേഘ്ന മുരളിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.